ഗൈസ്, എല്ലാവർക്കും ബിട്രാക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടി പോകുന്നത്, അതായത് ഞാനിപ്പോ 2 കൊല്ലമായിട്ട് ഓപ്ഷനിൽ ഇൻട്രാഡേ ട്രേഡ് ചെയ്യുന്ന ഒരു ആളാണ്. ഓക്കെ, അപ്പം എന്റെ ഈ 2 കൊല്ലത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. അതായത് നമ്മൾ എന്തുകൊണ്ടാണ് ഇത്രയും നാളും എന്തുകൊണ്ടാണ് പ്രോഫിറ്റബിൾ ട്രേഡർ ആവാണ്ടിരുന്നത് എന്നുള്ള കുറച്ച് കാര്യങ്ങൾ ചുരുക്കി ഷോർട്ടായിട്ട് ഞാൻ ഒരു 10-12 മിനിറ്റിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, അപ്പം ഈ ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി നമ്മൾ ഇത്രയും നാൾ എന്തുകൊണ്ടാണ് ഈ ഒരു സർക്കിളിൽ തന്നെ കിടന്ന് കറങ്ങിക്കൊണ്ടിരുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇടയ്ക്കൊക്കെ ചെറിയ പ്രോഫിറ്റുകൾ കിട്ടും, പിന്നെ വലിയൊരു ലോസ് ആയിരിക്കും വരുന്നുണ്ടാവുക അല്ലെ. അപ്പം ഇതെന്താണ് ഇതിന്റെ പ്രശ്നം? എന്താണ് നിങ്ങളുടെ സ്ട്രാറ്റജിന്റെ പ്രശ്നമാണോ, നിങ്ങളുടെ സെറ്റപ്പിന്റെ പ്രശ്നമാണോ, അതോ ഇനി നിങ്ങൾ ട്രേഡ് ചെയ്യുന്ന ഇൻഡെക്സിന്റെ മാർക്കറ്റിന്റെ പ്രശ്നങ്ങളാണോ എന്ന് നിങ്ങൾക്ക് ഡീറ്റെയിൽസ് ആയിട്ട് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓക്കെ, ആദ്യം തന്നെ നോക്കുവാണെങ്കിൽ നമ്മളിപ്പോ ഒരു ട്രേഡ് ചെയ്യുന്ന വെച്ചോ. ഓക്കെ, ഒരു ട്രേഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളിപ്പോ ഒരു എക്സാമ്പിൾ പറയാം. ഞാനിപ്പം ഇവിടെ ഓൾറെഡി ഞാൻ ഇന്നൊരു ട്രേഡ് ചെയ്യാൻ വേണ്ടി ഇവിടെ ഒരു ട്രെൻഡ് ലൈനും കാര്യങ്ങളൊക്കെ വരച്ചു വെച്ചിട്ടുണ്ട്. ഓക്കെ, അതായത് ഞാനിപ്പോ ഇന്നത്തെ കൺസെപ്റ്റ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. അതായത് ഞാൻ ഈ ഒരു ട്രെൻഡ് ലൈനെ ബ്രേക്ക് ചെയ്യണം, പ്ലസ് എന്റെ ഒരു സ്ട്രാറ്റജി ഉണ്ട്, അതും കൂടെ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ ട്രേഡ് എടുക്കും. ഞാൻ അതായത് ഇന്ന് രാവിലെ തൊട്ട് ഇത്രയും വലിയൊരു മൂവും കാര്യങ്ങളും, പക്ഷെ ഒരു ട്രാപ്പ് ആയിരുന്നു. നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരുപാട് ആൾക്കാർ ഹെസലും കാര്യങ്ങളും ഇന്ന് ഹിറ്റ് ആയിട്ടുണ്ടാവും അല്ലെ. അപ്പോ ഇങ്ങനെ ഇപ്പൊ നിങ്ങൾ ചിലപ്പോ ഒരു പക്ഷേ, അതായത് ഞാൻ എന്റെ ആദ്യത്തെ കാര്യമാണ് പറഞ്ഞത്, ഞാനിപ്പോ ഫസ്റ്റത്തെ ഒരു മൈൻഡ് സെറ്റ് കൊണ്ട് ഞാനിപ്പോ ട്രേഡ് എടുക്കും. ഞാനിപ്പോ ഒരു മിനിമം ഒരു 4 ട്രേഡും ഞാനിപ്പോ ഇന്ന് എടുത്തിട്ടുണ്ടാവും. ഓക്കെ, എന്റെ പി എൻ എല്ലിന്റെ വീഡിയോ ഞാൻ ലാസ്റ്റ്, അതായത് ഒരു 1 മന്ത് ബാക്ക് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിനകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഞാൻ ഒരുപാട് ഓവർ ട്രേഡും കാര്യങ്ങളും ഒരു സ്ട്രാറ്റജി ഒന്നും ഇല്ലാണ്ട് ഇങ്ങനെ ട്രേഡ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരുന്നു. ഒരു ലോസ് കിട്ടുമ്പോൾ അത് കവർ ചെയ്യാൻ വേണ്ടി വീണ്ടും ട്രേഡ് ചെയ്യും. അങ്ങനെ ട്രേഡ് ചെയ്ത് ക്യാപിറ്റലൊക്കെ സീറോ ആയി, ഒരു സ്ട്രാറ്റജി ഒന്നും ഇല്ലാണ്ട് ട്രേഡ് ചെയ്യുന്നു. ആ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് അങ്ങനെയായിരുന്നു. പിന്നെ വീണ്ടും നമ്മൾ ഈ ഒരു സ്റ്റേജ് മനസ്സിലാക്കാൻ നമ്മൾ കുറച്ച് കഷ്ടപ്പെടും. ഓക്കെ, ഇത് നമ്മൾ എന്താണ് ചെയ്യുന്നത് മനസ്സിലാക്കാൻ വേണ്ടി കുറച്ച് നാൾ എന്തായാലും എടുക്കും. പക്ഷെ എനിക്ക് പറയാനുള്ളത്, ആ ഒരു ടൈമിന് എത്രത്തോളമാണ് നമ്മൾ ലോസ് വരുത്തി വെക്കുന്നത് എന്ന് ദൈവത്തിന് മാത്രമേ പറയാൻ പറ്റൂ. നമ്മുടെ ക്യാപിറ്റൽ പോലെ ഇരിക്കും. കാരണം എന്റെ കയ്യിൽ ഒരുപാട് ഫണ്ട് ഉണ്ടായില്ല ട്രേഡ് ചെയ്യാൻ, പക്ഷെ ഉള്ള ഫണ്ട് കൊണ്ട് ഞാൻ അത്യാവശ്യം നല്ലൊരു ലോസ്, എന്റെ ക്യാപിറ്റൽ മൊത്തം വാഷ് ഔട്ട് ആയി. ഒരു 2-3-4 വട്ടം, ഒരു 5 വട്ടമെങ്കിലും എന്റെ ക്യാപിറ്റൽ വാഷ് ഔട്ട് ആയി പോയിട്ടുണ്ടാവും. ഓക്കെ, അങ്ങനത്തെ ഒരു അവസ്ഥ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അതെന്തുകൊണ്ടാണ് ആ ഒരു അവസ്ഥ? ആ ഒരു ലൂപ്പാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. ഫസ്റ്റ് തന്നെ പറഞ്ഞാല് നമുക്കൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സെറ്റപ്പ് വേണം, ട്രേഡിങ് സെറ്റപ്പ്. എല്ലാവരും പറയും സ്ട്രാറ്റജി അല്ല ഒന്നും, മൈൻഡ് സെറ്റ് ആണെന്ന് പറയും. പക്ഷെ ഞാൻ പറയാം, സ്ട്രാറ്റജി, നമ്മുടെ ട്രേഡിങ് സെറ്റപ്പ് ആണ് ഫസ്റ്റ് നമ്മൾ അതായത് കണ്ടുപിടിക്കരുത്. നമ്മുടെ ട്രേഡിങ് സെറ്റപ്പ്, അതായത് നിങ്ങളിപ്പോ ഒരു കൊല്ലോ 2 കൊല്ലോ എത്ര കൊല്ലം ആയിക്കോട്ടെ, ആ ഒരു ടൈമിനുള്ളിൽ നിങ്ങൾ ഒരു ട്രേഡിംഗ് സെറ്റപ്പ് നിങ്ങൾക്ക് കണ്ടുപിടിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട് ഇത് കണ്ടിന്യൂസ് ആയിട്ട് ട്രേഡ് ചെയ്യുമ്പോൾ അത് വരും. അല്ലാണ്ട് യൂട്യൂബിൽ ഒരുപാട് സ്ട്രാറ്റജീസ് ഒക്കെ ഉണ്ട്, അതൊന്നും എടുത്ത് നമുക്കൊന്നും വർക്കൗട്ട് ആവാൻ വേണ്ടി പോകുന്നില്ല. എന്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ ഒരുപാട് സ്ട്രാറ്റജീസ് ഒക്കെ യൂട്യൂബ് നോക്കി ചെയ്തു, പക്ഷെ അതൊന്നും ഞാനിപ്പോ യൂസ് ചെയ്യുന്നില്ല. ഞാൻ തന്നെ കണ്ടുപിടിച്ച ഒരു സ്ട്രാറ്റജിയിലാണ് ഞാനിപ്പോ ട്രേഡ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അതിന്റെ ഒരു ചലഞ്ചാണ്, അതായത് 100 ട്രേഡ് ചലഞ്ചാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് യൂട്യൂബിൽ. ഓക്കെ, അപ്പോൾ നമ്മൾ പറയാൻ വന്ന കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്കൊരു പെർഫെക്റ്റ് ട്രേഡിംഗ് സെറ്റപ്പ് വേണം. അതായത് ഈ ഒരു സെറ്റപ്പ് വന്നാലേ നമ്മൾ ട്രേഡ് ചെയ്യും. ഒരു റോബോട്ടിന് ഒരു പ്രോഗ്രാം പറഞ്ഞ് അത് നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് മാത്രമേ ചെയ്യൂ. ചിലപ്പോൾ ഇവിടെ നിന്ന് എടുക്കുക, ഇവിടെ വരുമ്പോൾ ഇതെടുക്കുക, ഇവിടെ എടുക്കുക. ആ ഒരു പർട്ടിക്കുലർ ലൊക്കേഷനിൽ വന്നാൽ മാത്രമേ അത് പിക്ക് ചെയ്യുള്ളൂ. അതേപോലെയാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ അങ്ങനെ ഒരു സെറ്റപ്പ് നിങ്ങൾ എന്ന് കണ്ടുപിടിക്കുന്നു, അന്ന് നിങ്ങൾ ആ ഒരു എന്താ പറയാ, ഒരു ഫസ്റ്റ് സ്റ്റേജ് ഇല്ല, അവിടെ നിങ്ങൾ കുറച്ചൊന്നും മെച്ചപ്പെടും. നിങ്ങൾ ലോസ് ഉണ്ടാക്കാണ്ടിരിക്കില്ല, ലോസ് എന്തായാലും ഉണ്ടാവും. പക്ഷെ ഇതൊക്കെ മനസ്സിലാക്കി വരാൻ കുറച്ച് സമയം എടുക്കുക. ഫസ്റ്റ് നിങ്ങൾ ഒരു സ്ട്രാറ്റജി കണ്ടുപിടിക്കണം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് അപ്പോൾ നമ്മുടെ സ്ട്രാറ്റജി 100 ഡേയ്സ് ഇവിടെ 100 ട്രേഡിംഗിന്റെ ചാനൽ നടക്കുന്നുണ്ട്. ഓക്കെ, ഇതിന്റെ റിസൾട്ട് നോക്കിയിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ സ്ട്രാറ്റജി എടുക്കാവുന്നതാണ്, ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ ബിൽഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോ നെക്സ്റ്റത്തെ കാര്യമാണ്, നമുക്ക് പ്രോഫിറ്റ് കിട്ടുമ്പോൾ ഞാൻ ഒരുപാട് കാര്യങ്ങൾ 2-3 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞു തരാൻ വേണ്ടി പോകുന്നത്. നമുക്കിപ്പോ ഒരു പ്രോഫിറ്റ് കിട്ടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മളിപ്പോ ഒരു 1 ലോട്ടോ 2 ലോട്ടോ എടുത്തു. 2 ലോട്ട് ഇപ്പോഴത്തെ അവസ്ഥയിൽ 2 ലോട്ട് എടുത്തു കഴിഞ്ഞാൽ, അതായത് 150 ക്വാണ്ടിറ്റിയാണ്. 150 ക്വാണ്ടിറ്റിയിൽ നമുക്കൊരു 10 പോയിന്റ് കിട്ടിയാൽ തന്നെ എത്ര പൈസയായി? 1500 രൂപയായി. ഓക്കെ,
അപ്പോൾ മെയിൻ ആയിട്ട് നമ്മൾ റിസ്ക് റിവാർഡ്, അതായത് നമ്മുടെ റിസ്ക് റേഷ്യോ വിൻ റേഷ്യോ നമ്മൾ പെർഫെക്റ്റ് ആയിരിക്കും. അതായത് 1:1. ചിലവർ 1:1 എടുക്കുന്നവരുണ്ട്. ആ 1:1 എടുക്കുന്നവർക്ക് എന്താ പ്രശ്നം? അവരെ വിൻ റേഷ്യോ കൂടുതലായിരിക്കും. ശരിയല്ലേ? ചിലപ്പോൾ വിൻ റേഷ്യോ കുറവുള്ളവർ പോയിട്ട് 1:1 എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ലോസ് ആയിരിക്കും. അത് നമ്മൾ നോക്കണം. ഓക്കെ. അപ്പോ ചിലവരുണ്ടാവും ഡെയിലി ട്രേഡിംഗ് ഉണ്ടല്ലോ, ഇപ്പൊ ആഴ്ചയിൽ ഒരു വട്ടമൊക്കെ ട്രേഡ് കിട്ടും. ഓക്കെ. അപ്പൊ അവരെ അതായത് RR എന്ന് പറയുന്നത്, റിസ്ക് റിവാർഡ് എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കും. ചിലപ്പോൾ 1:5 to 10 ഒക്കെ എടുക്കുന്നവരുണ്ടാവും. ശരിയല്ലേ? അപ്പൊ അവര് വീക്കിൽ ഒരു ട്രേഡേ ഉള്ളൂ, അതനുസരിച്ച് അവര് റിസ്ക് റിവാർഡ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഓക്കെ. അതാണ്. അപ്പൊ അവർക്ക് ലോസും വരുമ്പോൾ അതുപോലെ തന്നെ നല്ല രീതിയിൽ ചിലപ്പോൾ ഒരു 20 പോയിന്റ് ആണ് SL ഉണ്ടെങ്കിൽ അവരുടെ ടാർഗറ്റ് ഉള്ളത് 50 പോയിന്റോ 60 പോയിന്റ് ആ ഒരു റേഞ്ച് ആയിരിക്കും. ഓക്കെ. അപ്പോ മിനിമം നമ്മൾ 1:1 എങ്കിലും, സോറി 1:2, സോറി 1:1 ഓക്കെ തന്നെയാണ്. പക്ഷെ നമ്മൾ ബിഗിനർ എന്നതിലേക്ക് 1:1 എന്ന് പറയുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ്. 1:2 മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. എല്ലാം ഓട്ടോമാറ്റിക്കായി നിങ്ങൾ ഓരോ സ്ട്രാറ്റജി ബാക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ എത്രത്തോളം ഇതിന്റെ റിസ്ക് റിവാർഡ് എത്രയാവും, എത്രത്തോളം ആണെന്ന് കറക്റ്റായിട്ട് നിങ്ങൾക്ക് മാർക്കറ്റ് തന്നെ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരും. ഓക്കെ. ഇതൊന്നും ഒരു പൈസ കൊടുത്ത് പഠിക്കേണ്ട ഒരു കാര്യങ്ങളല്ല. നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റ് എന്നുള്ളത്, സ്റ്റോക്ക് മാർക്കറ്റിന്റെ വീഡിയോസ് നമ്മുടെ യൂട്യൂബ് ചാനൽ ഒരുപാട് അവൈലബിൾ ആണ്. നിങ്ങൾ ചെയ്യുന്ന ഇത്ര മാത്രം ഫീസ് കൊടുത്ത് ഒരാളും സ്റ്റോക്ക് മാർക്കറ്റ് ട്രേഡിംഗ് പഠിക്കരുത്. ഓക്കെ. നിങ്ങൾ ഫസ്റ്റ് ഒരു 1 ഇയർ നിങ്ങൾ യൂട്യൂബ് നോക്കി ചെറിയ ക്യാപിറ്റൽ, ഒരു 10,000 രൂപ ക്യാപിറ്റലൊക്കെ ട്രേഡ് ചെയ്ത് രീതിയിൽ പഠിക്കുക. ഓക്കെ. ചെയ്ത് പഠിക്കുന്ന എക്സ്പീരിയൻസ് വലുത് വേറെ ഒന്നുമില്ല. ഓക്കെ. ഈ യൂട്യൂബിൽ യൂട്യൂബിലുള്ള കാര്യങ്ങൾ തന്നെയാണ് ഈ 10,000-50,000 രൂപ ട്രേഡിങ്, അതായത് ഫീസ് കൊടുത്തിട്ട് പഠിപ്പിക്കുന്നവരും ഈ കാര്യം തന്നെയാണ് പഠിപ്പിക്കുക. വേറെ എക്സ്ട്രാ അവർക്ക് വേറെ സ്കില്ലും കാര്യങ്ങളും ഒന്നും ഇല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കണം. ഓക്കെ. അതുകൊണ്ട് നിങ്ങൾ എത്രത്തോളം യൂട്യൂബ് നോക്കി നിങ്ങളെ നോളജ് ഗെയിൻ ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ഗെയിൻ ചെയ്യാം. പിന്നെ മെയിൻ ആയിട്ട് നിങ്ങൾ പെട്ടെന്ന് തന്നെ മാർക്കറ്റിലേക്ക് ഇറങ്ങിയിട്ട് ട്രേഡ് എടുക്കരുത്. ഇങ്ങനത്തെ കാര്യങ്ങൾ, അതായത് എന്തുകൊണ്ടാണ് നമ്മൾ ലോസ് മേക്കുന്നത്, ലോസ് മേക്കാനുള്ള കാരണങ്ങൾ എന്താണ്, അതൊക്കെ നമ്മൾ ഫസ്റ്റ് തന്നെ നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ ഒരു പ്രഷറിനൊക്കെ നമുക്ക് പെട്ടെന്ന് എസ്കേപ്പ് ആകാൻ പറ്റും. ഓക്കെ. അപ്പൊ നമ്മുടെ രണ്ടാമത്തെ കാര്യമാണ് റിസ്ക് റിവാർഡ്. റിസ്ക് റിവാർഡ് കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളിപ്പോ ഒരു പ്രോഫിറ്റ് ബുക്ക് ചെയ്യും, നമ്മളിപ്പോ ഒരു 1000 രൂപ ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം നമ്മൾ ട്രേഡ് എടുക്കുമ്പോൾ നമ്മുടെ ലോസ് ചിലപ്പോൾ നമുക്ക് 2000 രൂപ ലോസ് കിട്ടില്ല. എനിക്ക് ഒരുപാട് അങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഞാൻ ഒരു വട്ടം 10,000 രൂപ ഒരു ദിവസം പ്രോഫിറ്റ് ബുക്ക് ചെയ്തു. പിറ്റേ ദിവസം എന്റെ ലോസ് പറഞ്ഞ് 23,000 രൂപ ലോസ് വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ. അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥ എല്ലാ ട്രേഡർക്കും ഉണ്ടായിട്ടുണ്ടാവും. ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്റ്റോപ്പ് ലോസ് മെയിൻ ആയിട്ട് വെക്കാൻ വേണ്ടി ശ്രമിക്കുക. സ്റ്റോപ്പ് ലോസ് നിങ്ങൾ മൈൻഡിൽ എല്ലാം നമുക്ക് വെക്കാം. നിങ്ങളിപ്പം ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട്, നമ്മളിപ്പോ ഞാനിവിടെ സ്റ്റോപ്പ് ലോസ് വെച്ചു, ഇതുണ്ടോ ഒരു എക്സാമ്പിൾ, ഇവിടെ സ്റ്റോപ്പ് ലോസ് വെച്ചു, ഇത് ഒന്ന് ഹിറ്റായി, ഇപ്പൊ ഇവിടെ ഈ ഒരു ഫേക്ക് ബ്രേക്ക് ഔട്ട് ആണ്, ഈ ഒരു ബ്രേക്ക് ഔട്ടിൽ ട്രേഡ് എടുത്തു ഹിറ്റായി വീണ്ടും തിരിച്ച് കയറി പോകാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ സ്റ്റോപ്പ് ലോസ് വെക്കാത്തവരുണ്ട്. പക്ഷെ നിങ്ങൾ ഒരു ജസ്റ്റ് ഒന്ന് ചിന്തിച്ച് ഈ ഒരു ക്യാൻഡിൽ വന്ന് നെക്സ്റ്റ് ക്യാൻഡിൽ വീണ്ടും ഇതിന്റെ അടിയിലൊക്കെ ഒരുപാട് ലിക്വിഡിറ്റി കാര്യങ്ങളുണ്ട്. ഇതൊന്ന് ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ മാർക്കറ്റ് ഈ ഒരു ലെവൽ വരെ വരാൻ ചാൻസ് കൂടുതലുണ്ട്. അപ്പൊ സ്റ്റോപ്പ് ലോസ് ഇല്ല എന്നുണ്ടെങ്കിൽ വലിയൊരു ഡേഞ്ചർ ആയിട്ടുള്ള കാര്യമാണ്. സ്റ്റോപ്പ് ലോസ് ഇട്ട് സിസ്റ്റത്തിൽ തന്നെ ഇട്ട് ഇല്ല അത്രയ്ക്ക് മൈൻഡ് കാണണമെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ നിങ്ങളുടെ സിസ്റ്റത്തിൽ ഇടാണ്ടിരിക്കുക. ഓക്കെ. അപ്പൊ സ്റ്റോപ്പ് ലോസ് മെയിൻ ആണ്. ടാർഗറ്റ് അതുപോലെ തന്നെയാണ്. ടാർഗറ്റ് നമ്മളിപ്പം ഇവിടുന്ന് ഒരു 20 പോയിന്റ് നമ്മൾ ബുക്ക് ചെയ്യാൻ ടാർഗറ്റ് വന്നാൽ അവിടെ ബുക്ക് ചെയ്തു പോകാം. അല്ലാണ്ട് നമ്മളിപ്പോ എന്നാൽ കുറച്ച് നേരം കൂടി വെയിറ്റ് ചെയ്ത് നോക്കാമെന്നൊക്കെ വിചാരിച്ചിരുന്നാൽ മാർക്കറ്റ് അവിടെ റിവേഴ്സ് ആവും. ഒരു ചിലപ്പോൾ 20 പോയിന്റ് നേരെ 5 പോയിന്റ് കുറഞ്ഞ 15 വരും. നമ്മൾ വീണ്ടും വെയിറ്റ് ചെയ്ത് നോക്കും, ഇവിടെ കൂട്ടെ 2-3 പോയിന്റ് കൂടട്ടെ നോക്കും, വീണ്ടും അത് കുറഞ്ഞ് ലാസ്റ്റ് SL അടിച്ചിട്ട് നമുക്ക് ലോസ് തന്നിട്ട് പോകും. അതുകൊണ്ട് എത്ര പ്രോഫിറ്റ് വേണം, എത്ര ലോസ് വേണം എന്ന് നമ്മൾ ട്രേഡ് എടുക്കുന്നതിന് മുന്നേ തന്നെ നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് എഴുതി വെക്കണം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ റിസ്ക് റിവാർഡ് റേഷ്യോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നമ്മൾ ഒരു ട്രേഡിംഗ് സെറ്റപ്പ് ആയി. ഓക്കെ. ആ ഒരു സെറ്റപ്പ് പറഞ്ഞാൽ ആ ഒരു സെറ്റപ്പിൽ വന്നാലേ ട്രേഡ് ചെയ്യൂ, ഇല്ലാന്നുണ്ടെങ്കിൽ ട്രേഡ്. ഞാനിപ്പോ ഇതിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഓക്കെ. ഇത്രയും മൂവ്മെന്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ എന്റെ ട്രേഡിംഗ് സെറ്റപ്പിൽ ട്രേഡ് വന്നിട്ടില്ല. അതുകൊണ്ട് ഞാനാണ് ഇവിടെ ട്രേഡ് എടുത്തിട്ടില്ല. ഓക്കെ. ഇതുപോലെ നമ്മൾ പെർഫെക്റ്റ് ഒരു റോബോട്ടിക് മൈൻഡ് സെറ്റ് തന്നെ വെക്കുക. നമ്മുടെ സെറ്റപ്പ് വന്നാൽ നമ്മൾ ട്രേഡ് ചെയ്യും. രണ്ടാമത്താണ് നമ്മളെ ലോസിനെക്കാളും കൂടുതൽ നമ്മൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്യണം. ആ ഒരു മൈൻഡ് സെറ്റും കൂടെ ഉണ്ടാവണം. ഓക്കെ. നമ്മളെ ലോസുകൾ പെട്ടെന്ന് കട്ട് ചെയ്യുന്ന പറയുന്നൊക്കെ, അതായത് ട്രേഡ് എടുത്ത് 2 പോയിന്റ് കുറയുമ്പോൾ കട്ട് ചെയ്യുന്നതല്ല. നമ്മളൊരു ലിമിറ്റ് ഉണ്ട്. നമ്മൾ 10 പോയിന്റ് താഴോട്ട് വരുവാണെങ്കിൽ നമ്മൾ അവിടെ ട്രേഡ് ക്ലോസ് ആക്കും. ആ ഒരു റേഞ്ച് വേണം. ചിലപ്പോൾ 9 വരെ വന്നിട്ട് മാർക്കറ്റ് തിരിച്ചു കയറി പോകും. ഓക്കെ. അപ്പൊ നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഫിക്സ് ആക്കാം. സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആകുന്നതിന് മുന്നേ ഒന്നും എക്സിറ്റ് ആവേണ്ട ആവശ്യമില്ല. മനസ്സിലായല്ലേ?
ചിലപ്പോൾ നിങ്ങൾ സ്റ്റോപ്പ് ലോസിന് അടുത്ത് വന്നിട്ടായിരിക്കും തിരിച്ചു കയറി പോകുന്നത്. അതാണ്. അപ്പൊ അങ്ങനെ ഒരു പേടിയും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ലൈവായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ട്രേഡ് ചെയ്യണം. ഓക്കെ, ഒരു 6 month ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് ട്രേഡ് ചെയ്താൽ തന്നെ ഈ ഒരു കാര്യങ്ങളൊക്കെ റെഡിയായി കിട്ടുന്നതായിരിക്കും. ഗൈസ്, അതുപോലെ തന്നെ നമുക്കിപ്പോ ഒരു പെർഫെക്റ്റ് ട്രേഡിംഗ് സെറ്റപ്പ് ഉണ്ടെങ്കിൽ കൂടി നമ്മൾ ആ ഒരു സെറ്റപ്പ് വരുമ്പോൾ നമ്മൾ ചിലപ്പോൾ ട്രേഡ് എടുക്കൂല. ഓക്കെ, കാരണം നമുക്ക് കൺഫേം ആണ് നമ്മൾ അതിന്റെ ഒരു സെറ്റപ്പിൽ ഒരു 100 ട്രേഡുകൾ എടുത്താലും നമുക്ക് കറക്റ്റ് ആയിട്ട് കോൺഫിഡൻസ് വരും. ചിലപ്പോൾ നമ്മളെ സെറ്റപ്പ് ഒന്നും വരുന്നതിന് മുന്നേ തന്നെ നമ്മൾ പോയിട്ട് ട്രേഡ് എടുക്കും. അവിടെ നിന്ന് ഇത് കയറുമായിരിക്കും എന്ന് വിചാരിച്ച് ട്രേഡ് എടുക്കും. അങ്ങനെ ഒരുപാട് SL ഹിറ്റ് ആയിട്ടുണ്ടാകുന്ന അറിയാം. എനിക്കും അങ്ങനെ ഹിറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോ നമ്മുടെ മനസ്സ് എന്താണെന്ന് പറയുന്നത്, മനസ്സ് പറയുന്ന കാര്യങ്ങൾ നമ്മൾ ഒരിക്കലും സ്റ്റോക്ക് മാർക്കറ്റിൽ ട്രേഡിങ്ങിൽ ചെയ്യരുത്. കാരണം അതിന്റെ ഓപ്പോസിറ്റ് ആണ് നടക്കാറ്. ഓക്കെ, നിങ്ങളൊന്ന് എക്സാമ്പിൾ, നിങ്ങൾ ഇത്ര എടുത്ത ട്രേഡ് നിങ്ങൾ ഓപ്പോസിറ്റ് ആണ് എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും പ്രോഫിറ്റ് ആയിരിക്കില്ലേ? ഓക്കെ, അപ്പൊ ഇത്രയും നാൾ നിങ്ങൾ എടുത്തുകൊണ്ടിരുന്നത് നിങ്ങളുടെ മൈൻഡ് പറയുന്ന അനുസരിച്ച്, ഇവിടെ ഒരു സപ്പോർട്ട് ഉണ്ട്, ഇവിടുന്ന് റിവേഴ്സ് അടിക്കുമായിരിക്കും എന്ന് നിങ്ങളുടെ മൈൻഡ് പറയുന്ന അനുസരിച്ചിട്ടാണ് നിങ്ങൾ ട്രേഡ് എടുത്തത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ലോസ് സംഭവിച്ചത്. എന്റെയും കാര്യമാണ് ഞാൻ പറഞ്ഞിരുന്നത്. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് നിങ്ങൾ ഒരു പെർഫെക്റ്റ് സെറ്റപ്പ് കണ്ടുപിടിച്ചിട്ട് അത് എപ്പോഴാണ് ആക്റ്റീവ് ആവുന്നത് ആ ഒരു ടൈമിൽ മാത്രം ട്രേഡ് എടുക്കുക. ഓക്കെ, നിങ്ങളെ ഈ ഒരു 3 കാര്യം എടുത്ത് തന്നെ നിങ്ങളുടെ കാര്യം ഓൾമോസ്റ്റ് റെഡിയായി. ഓക്കെ, ഇനിയുള്ളത് നമുക്ക് ഈ ഒരു സെറ്റപ്പിൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ട്രേഡ് എടുക്കുക, പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാം. അപ്പൊ നമ്മൾ ഒരു സെറ്റപ്പ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ പ്രോഫിറ്റ് ആവില്ല. നമ്മൾ അതിനകത്ത് തന്നെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്, കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കാനുണ്ട്. ചിലപ്പം ഇന്ന് ഒരു എക്സാമ്പിൾ, ഒരു ക്രോസ് ഓവർ എന്ന് കഴിഞ്ഞിട്ട് ഇന്ന ക്യാൻഡിലാണ് വരുന്നുണ്ടെങ്കിൽ അവിടുന്ന് ട്രേഡ് എടുക്കാൻ പാടില്ല. അവിടുന്ന് ചിലപ്പോൾ റിവേഴ്സ് വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അങ്ങനെയൊക്കെ ഉണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പൊ പിന്നത്തെ നമ്മുടെ കാര്യമാണ് നമ്മൾ ഒരു ഇൻഡെക്സ് മാത്രം ട്രേഡ് ചെയ്യുക. നമ്മൾ ബാങ്ക് നിഫ്റ്റിയിൽ ചെയ്യുന്നു, ഇല്ലെങ്കിൽ നമ്മൾ നിഫ്റ്റി 50ലും ചെയ്യുന്നു, നിഫ്റ്റിയിലും ചെയ്യുന്നു, ഇടയ്ക്ക് നമ്മൾ സമയം കിട്ടുമ്പോൾ സ്റ്റോക്കിലും പോയി ട്രേഡ് ചെയ്യുന്നു. ഇങ്ങനെയാണെന്നെങ്കിലും ഒരിക്കലും നമ്മൾ പ്രോഫിറ്റ് ആവില്ല. നമ്മൾ ഒരു ഇൻഡെക്സ്, നിങ്ങളിപ്പോ ഓപ്ഷൻ ട്രേഡ് ആണ് ചെയ്യുന്നത്, ഓപ്ഷൻ ട്രേഡ് ആണ്, ഒരു ഇൻഡെക്സ് മാത്രം യൂസ് ചെയ്യും. ഒരിക്കലും 2 ഇൻഡെക്സ് തന്നെ ചെയ്യാൻ പാടില്ല. അത്ര എക്സ്പെർട്ട് ആയത് മാത്രമേ 2 ഇൻഡെക്സ് ചൂസ് ചെയ്യാൻ പാടുള്ളൂ. ഞാനൊക്കെ ഇപ്പം ഒരു ഇൻഡെക്സ് മാത്രമാണ്. മുന്നേ ഞാൻ ബാങ്ക് നിഫ്റ്റി ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഈ ബാങ്ക് നിഫ്റ്റി സെൻസെക്സിൽ വരെ ഒരു ട്രേഡ് എടുത്ത് എനിക്ക് 1 മിനിറ്റ് കൊണ്ട് 12,000 ലോസ് വന്ന അവസ്ഥ, ആ ഒരു ട്രേഡ് എനിക്കുണ്ട്. ഓക്കെ, അത് അപ്പോഴൊന്നും അറിയാതെയാണ് ഞാൻ എടുത്തത്. അതായത് ₹1 പ്രീമിയം മേടിച്ചിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് ഒരു 10 20 പോയിട്ടുണ്ടെങ്കിൽ ഞാൻ ₹1 പ്രീമിയം 1000 ക്വാണ്ടിറ്റിയാണ് മേടിച്ചത്. 1 മിനിറ്റ് കൊണ്ട് 12,000 ലോസ് ആയിരുന്നു. ഓക്കെ, അതും എക്സ്പയറി ഡേ തന്നെ. ഈ ഒരു എക്സ്പയറി ഡേ ഞാൻ ഒരിക്കലും ട്രേഡ് ചെയ്യാൻ വേണ്ടി പാടില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, നിങ്ങളുടെ സെറ്റപ്പ് വന്നോ, നിങ്ങൾ ട്രേഡ് ചെയ്തോ. അല്ലാണ്ട് നമുക്ക് ഇന്ന് 0 ട്രേഡ് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ട്രേഡ് എടുത്തിട്ടുണ്ടെങ്കിൽ അന്ന് എന്തായാലും ലോസേ സംഭവിക്കാറുള്ളൂ. ഓക്കെ, ചില സമയങ്ങളിൽ നിങ്ങളുടെ സെറ്റപ്പ് ആക്റ്റീവായി നമ്മുടെ എക്സ്പയറി ഡേ എന്ന് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു ട്രേഡ് കിട്ടാനും ചാൻസ് ഉണ്ട്. ഓക്കെ, പിന്നെ ഒരുപാട് ആൾക്കാർ അതായത് പ്രോഫിറ്റ് നമുക്ക് റൺ ചെയ്തുകൊണ്ടോ, ഒരിക്കലും റൺ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം നമ്മുടെ പ്രോഫിറ്റ് കിട്ടിയോ, എക്സിറ്റ് അടിച്ച് ഇറങ്ങുക, നെക്സ്റ്റ് സെറ്റപ്പ് വരുന്നുണ്ടാ, നെക്സ്റ്റ് ട്രേഡ് എടുക്കുക, അതായിരിക്കണം കണ്ടിന്യൂ ചെയ്യുക. അത് ഞാൻ എന്റെ രീതിയാണ് പറയുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതി തന്നെ ഉണ്ടാവും. എല്ലാവർക്കും ഒരു മൈൻഡ് സെറ്റ് ആണെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റ് ഇങ്ങനെ മൂവ് ആവില്ലല്ലോ. ഓക്കെ, അപ്പോ ഞാൻ ഇങ്ങനത്തെ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാൻ പാടില്ലാത്തതെന്നാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങൾ നമ്മൾ റെഡി ആയിട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ഓൾമോസ്റ്റ് എന്താ പറയാ, കുറച്ചൊക്കെ നമുക്ക് പ്രോഫിറ്റ് ഒക്കെ വരാൻ തുടങ്ങും. എന്താ പറയാ, നമ്മുടെ ട്രേഡിന്റെ എണ്ണം കുറയാൻ തുടങ്ങും. നമ്മളിപ്പം ഒരു ദിവസം തന്നെ 5-8 ട്രേഡ് ചെയ്യുന്നത് നേരെ കുറഞ്ഞ് ചിലപ്പോൾ 1 2 3 മാക്സിമം 3 ട്രേഡ് ഒക്കെ കിട്ടും. ഇന്ന് നോക്കി, ഇന്ന് ദിവസം എനിക്ക് ട്രേഡേ ഇല്ല. ഓക്കെ, ഇന്ന് ദിവസം എനിക്ക് ട്രേഡേ കിട്ടിയിട്ടില്ല. അതുപോലെ നമുക്ക് ട്രേഡിംഗ് ഇല്ല. ഓക്കെ, പ്രോഫിറ്റും ഇല്ല, ലോസും ഇല്ല. ഓക്കെ, നോ പ്രോബ്ലം, നമുക്ക് നാളെ വേണമെങ്കിൽ ട്രേഡ് ചെയ്യാം. ഈ ഒരു മൈൻഡ് സെറ്റ് നിങ്ങൾ ഉണ്ടാക്കണം. അതായത് എന്നും ട്രേഡ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നൊരു മൈൻഡ് സെറ്റ് ഉണ്ടാവും. അതുപോലെ തന്നെ നിങ്ങളുടെ സ്ട്രാറ്റജിയിൽ ഡെയിലി 5ഉം 6ഉം ട്രേഡും വരുന്നുണ്ടോ, അന്ന് നിങ്ങൾ പ്രോഫിറ്റ് ആവില്ല. ഓക്കെ, നിങ്ങളുടെ സ്ട്രാറ്റജിയിൽ ഒരു ദിവസം മാക്സിമം 3 ട്രേഡിന്റെ മേലെ കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്ട്രാറ്റജിയിൽ പ്രശ്നമുണ്ട്. കാരണം ലോസ് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു ദിവസം തന്നെ നിങ്ങളുടെ ക്യാപിറ്റലും കാര്യങ്ങളൊക്കെ വൈപ്പൗട്ട് ആയി പോകും. ഓക്കെ, അപ്പം ഇതുവരെ സ്ട്രാറ്റജി ഒന്നും കിട്ടിയിട്ടില്ല, നിങ്ങൾക്ക് സ്ട്രാറ്റജി ഒന്നും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് കാണുമ്പോൾ നമ്മുടെ സ്ട്രാറ്റജി 100 ഡേ, അതായത് 100 ട്രേഡ് കഴിഞ്ഞിട്ട് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ പറഞ്ഞിട്ടില്ലെങ്കിലും എനിക്ക് പേഴ്സണൽ ആയിട്ട് മെസ്സേജ് അയച്ചാൽ കൂടി ഞാൻ ഒരു സ്ട്രാറ്റജി നിങ്ങൾക്ക് പറഞ്ഞ് ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾക്ക് ഉണ്ടോ എന്ന് നോക്കുക. പിന്നത്തെ കാര്യമാണ്, ഒരിക്കലും ഒരു കോൾ ടിപ്സിൽ, അതായത് ഞാനിപ്പം ഒരുപാട് വാട്സാപ്പ് ഗ്രൂപ്പ് ഞാനും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ആ ഗ്രൂപ്പൊക്കെ ഞാൻ അൺഇൻസ്റ്റാൾ ചെയ്ത് കളഞ്ഞു.
ഓക്കെ, അതായത് ആ ഒരു ഗ്രൂപ്പ് കൊണ്ട് കാര്യമില്ല, കാരണം അവരും വളരില്ല, മനസ്സിലായില്ലേ? അവർക്കും ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ പറ്റില്ല. പിന്നെ നമ്മൾ ഒരു ട്രേഡ് കൊടുത്തു കഴിഞ്ഞാൽ ആവശ്യമില്ലാണ്ട് കൊടുത്തിട്ട് നമ്മൾ കൊടുത്തു കഴിഞ്ഞിട്ട് അവർക്ക് ലോസ് ആയി, അത് നമുക്കൊരു പ്രശ്നം ഉണ്ടാക്കും. ഓക്കെ, അതുകൊണ്ട് ഞാൻ ആ വാട്സപ്പ് ഗ്രൂപ്പ് ഒക്കെ എല്ലാം റിമൂവ് ചെയ്ത് അൺഇൻസ്റ്റാൾ ചെയ്ത് കളഞ്ഞ് ഇപ്പൊ നമുക്ക് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾ നിങ്ങളായിട്ട് തന്നെ നിങ്ങളെ നോളജ് ബിൽഡ് ചെയ്ത് എടുക്കുക. ഓക്കെ, വേറെ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കാവുന്നതാണ്. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾ ഇതുവരെ ഒരു ട്രേഡിംഗ് പ്ലാറ്റ്ഫോം, നല്ലൊരു ട്രേഡിംഗ് പ്ലാറ്റ്ഫോം ഇതുണ്ടോ? ഈ ഒരു ട്രേഡിംഗ് പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞാൽ നല്ലൊരു ഇതാണ്. അതായത് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത് തന്നെ നമ്മൾ ട്രേഡിംഗ് നമുക്ക് പൈസ കൊടുത്ത് മേടിക്കേണ്ടതുണ്ട്. പക്ഷെ ഈ ഒരു ബ്രോക്കർ എന്ന് പറഞ്ഞ് ട്രേഡിങ്ങും കാര്യങ്ങളൊന്നും നിങ്ങൾ എക്സ്ട്രാ പൈസയൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ട്രേഡിംഗിൽ കിട്ടുന്ന എല്ലാ ഫീച്ചറും ഈ ഒരു ബ്രോക്കറിൽ അവൈലബിൾ ആണ്. ഇതിന്റെ ലിങ്ക് എന്റെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അവിടെ കയറി അക്കൗണ്ട് ഓപ്പൺ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പം ഇന്നത്തെ വീഡിയോയിലൂടെ എനിക്ക് ഇത്രയേ പറയാനുള്ളൂ. എന്തെങ്കിലും കാര്യങ്ങൾ ഞാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് കൂടി ഞാൻ പറഞ്ഞു, ഞാനിത് പഠിച്ചിട്ടൊന്നല്ല പറഞ്ഞത്, എഴുതി വെച്ചിട്ടോ കാര്യങ്ങളൊന്നല്ല പറയുന്നത്. അതായത് ഞാൻ എന്റെ മനസ്സിലുള്ള കാര്യങ്ങളാണ് ഇപ്പോ പറഞ്ഞുകൊണ്ട് ഇരിക്കുന്നത്. ഓക്കെ, അപ്പം നമുക്ക് നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ കാണാം. ബൈ.